സേവിങ് ഷർട്ട്. കേവലം ഒരു ഡെസ്കിന് വേണ്ടി നടത്തുന്ന പിറ പോരാട്ടമല്ല ഇത് യുദ്ധം. ഈ യുദ്ധം കാണാൻ വന്ന എല്ലാവരും എന്നെ കൈയടിച്ച് അനുകരിക്കണേ, ആശീർവദിക്കണേ. താങ്ക് യു വെരി മച്ച്. ഹെഡ്സ് ടേൽസ്. അടിച്ച് പരത്തി നമ്മത്തിക്കരുതാ. തിലകക്കുറി ചാർത്തി മാസില മണികൾ ഗ്രൗണ്ടിലേക്ക്. ഇവരോ കില്ലാടികൾ. ഡേഞ്ചർ ബോയ്സ് 7Cക്ക് വേണ്ടി ആദ്യ ഓവർ എറിയുന്നത് അനൂപാണ്. ഇതാ ആദ്യ ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് പുറത്തിരിക്കുകയാണ് നമ്മുടെ മൂത്ത ഭസ്മം. കളിച്ചാൽ കൂവിയലറി ചൊറിഞ്ഞാൽ പന്ത് കിട്ടി കിളിച്ചാൽ ജീവൻ മാത്രം ബാക്കി വെച്ചു. ഒരു ദയവുമില്ലാതെ അറഞ്ചും പുറഞ്ചും അടിച്ചു പറത്തുകയാണ് ഭസ്മങ്ങൾ. അനൂപ് ഭസ്മത്തിന്റെ കുറ്റി തെറിപ്പിച്ചിരിക്കുകയാണ്. ആടിലും സംക്രാന്തിക്കും വിക്കറ്റ് ഇടുന്ന 7Cക്ക് ഇത് ആഘോഷ നിമിഷങ്ങൾ. കളി ജയിച്ചു എന്ന് കരുതിയിട്ടാണോ ഈ ആഘോഷമെന്ന് സംശയിക്കേണ്ടതിരിക്കുന്നു. 48 റൺസും ഒരു വിക്കറ്റുമായി ഭസ്മ ടീം മുന്നേറുന്നു. ക്രിക്കറ്റിന് പകരം ഗുണന പട്ടിക വല്ലതും വെച്ചായിരുന്നു മത്സരമെങ്കിൽ വിജയം ഭസ്മങ്ങൾക്ക് മറക്കാമായിരുന്നു. അമ്പാടി ഒറ്റയ്ക്ക് ഇത് ജയിപ്പിച്ചാണ്. അടിയോടടി ഭസ്മം അടിച്ചാൽ താങ്ങാൻ മാട്ടേ. 4 മാസം തൂങ്ങാൻ മാട്ടേ. മോദി പാറ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അയ്യോ ഒന്നും പറ്റിയില്ല. തന്നെ വീണാലും 81 റൺസാണ് സുഹൃത്തുക്കളെ ഡേഞ്ചർ ബോയ്സ് 7Cക്ക് വേണ്ടത്. അതിനെക്കാട്ടി നല്ല ഡെസ്ക് തിരിച്ചു കൊടുക്കുന്നതായിരുന്നു ഭസ്മം കിഡ്സ്. മനസ്സേ ഇനി ഇത് ഗ്രൗണ്ടല്ല, കൊലക്കളം. ഗൂഢലക്ഷ്യങ്ങളുടെ കോടമഞ്ഞ് തള്ളി മാറ്റി വിജയ കവാടത്തിലേക്ക് ശ്രീകുട്ടൻ നടന്നെടുക്കുന്നു. അവിടത്തെ തറയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണോ ശ്രീകുട്ടൻ? കൊടുങ്കാറ്റിന് മുമ്പുള്ള പവർ കട്ടാണ് സുഹൃത്തുക്കളെ. വാടാ. ആഞ്ഞു വീശും. ശ്രീകുട്ടന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സ് പറഞ്ഞിരിക്കുകയാണ്. Oh my goodness! എന്താണ് നമ്മളിവിടെ കാണുന്നത്? ബൗണ്ടറിയിൽ ബാറ്റ്, കീപ്പറിന്റെ കയ്യിൽ ബോൾ, ശ്രീകുട്ടന്റെ ഫോൾ. ഔട്ട്! ക്യാരിപ്പാട ഫുൾ. സുഹൃത്തുക്കളെ, ബാറ്റ് അല്ല ബോളാണ് സിക്സ് അടിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞോട്.